ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വാട്സപ്പിൽ ഡെയിലി എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. അതായത് പല പല പുതിയ പുതിയ ഓപ്ഷൻസുകൾ അതിൽ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ പലർക്കും പല പഴയ ഓപ്ഷൻസ് വരെ പലർക്കും അറിയില്ല. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 3 ഓപ്ഷൻസ് ആണ്. അത് ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള 3 ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഞാനിവിടെ മൊബൈലിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ നമുക്ക് സാധാരണ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അറിയാതെ വിരൽ തട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ തട്ടിയിട്ടൊക്കെ ആണെങ്കിൽ ചിലപ്പം അടുത്ത വീഡിയോയിലേക്ക് പോയി പോകും. അതായത് നമുക്ക് കറക്റ്റായിട്ട് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫിലിം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാതെ ചേഞ്ച് ചെയ്ത് അതൊക്കെ കണ്ടില്ലേ, ഇതേപോലെ അറിയാണ്ടൊക്കെ തട്ടി പോകുന്ന സമയത്ത് മറ്റുള്ള ഒരു വീഡിയോയിലേക്ക് മാറിപ്പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അതിനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ആ മുകളിലുള്ള ഗിയർ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് താഴെ ഇവിടെ ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ലോക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് വീഡിയോ കാണുന്ന രീതിയിലേക്ക് തിരിഞ്ഞ് നമുക്ക് വരും. കണ്ടില്ലേ, ഈ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഫുൾ സ്ക്രീൻ തന്നെ. ഇനി നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോക്ക് സ്ക്രീനിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, സാധാരണ പോലെ തന്നെയുള്ള ഓപ്ഷനിലേക്ക് വരും. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞത് നമുക്ക് അതേപോലെ ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം, താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡീഷണൽ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ഇവിടെ നോക്കേണ്ട ഒരു സാധനം ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, സ്റ്റേബിൾ വോളിയം എന്ന് പറഞ്ഞാൽ, അതായത് ഒരു വീഡിയോന്റെ വോളിയം വേറെ ഒന്നായിരിക്കും, മറ്റൊരു വീഡിയോന്റെ വോളിയം വേറെ ഒന്ന്, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി എല്ലാ വീഡിയോ നമ്മൾ കാണുന്ന യൂട്യൂബിൽ എല്ലാ വീഡിയോസിനും ഒരേ വോളിയം കിട്ടാൻ വേണ്ടി നമുക്ക് ആ സ്റ്റേബിൾ വോളിയം ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അടുത്ത ഓപ്ഷൻ പറയുന്നത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് വളരെയധികം നെറ്റ് ലാഭിക്കാനും വളരെയധികം ബാറ്ററി ലാഭിക്കാനൊക്കെ പറ്റുന്നൊരു ഓപ്ഷനാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോന്റെ മുകളിലുള്ള ആ സെറ്റിംഗ്സ് തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്വാളിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇവിടെ കണ്ടില്ലേ, ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയുടെ ക്വാളിറ്റി ഏത് രീതിയിലാണ്, അതായത് വളരെ ഹൈ റെസൊല്യൂഷനിലൊന്നും നമുക്ക് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ സേവർ എന്നുള്ള മോഡുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഡാറ്റ സേവർ മോഡിൽ നമുക്ക് കണ്ടാൽ അധികം ബാറ്ററി കുറയാത്ത രീതി, നെറ്റ് കുറയാത്ത രീതി നമുക്ക് ലാഭിക്കാം. പക്ഷെ അതിനേക്കാളും നല്ലത് കുറച്ചുകൂടി നല്ലത് അഡ്വാൻസ് എന്നുള്ള മോഡ് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 720, 480 ഇങ്ങനത്തെ ഓപ്ഷൻസ് കാണാം. അതിൽ ഏറ്റവും താഴെയുള്ള 144 ആക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം വീഡിയോസ്, അതായത് നിങ്ങൾക്ക് രാവിലെ തൊട്ട് ഉച്ച വരെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് രാത്രി വരെ കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് നെറ്റ് ലാഭിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അത് ഈ ഒരു വീഡിയോന് മാത്രമേ അപ്ലൈ ആവുള്ളൂ. അത് നമുക്ക് എല്ലാ വീഡിയോയും, നമ്മൾ കാണുന്ന എല്ലാ വീഡിയോനും അപ്ലൈ ആവണമെങ്കിൽ താഴെയുള്ള ആ സെറ്റിംഗ്സ് എന്ന ബ്ലൂ കാണുന്നില്ലേ ലെറ്റേഴ്സ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും, നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോസിനും ഇതേ ഓപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ വീഡിയോ ക്വാളിറ്റി ഓൺ മൊബൈൽ നെറ്റ്വർക്ക്സ് എന്നുള്ള ഇതിൽ എന്ത് ചെയ്യുക, ഇതേപോലെ ഹൈ പിക്ചർ ക്വാളിറ്റിയിലാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡാറ്റ സേവറിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൊബൈൽ ഡാറ്റ തീരാത്ത രീതിയിൽ നമുക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റും. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ ക്വാളിറ്റി ഓൺ വൈഫൈ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ സേവറിലേക്ക് മാറ്റി കൊടുക്കുക. ഹൈ പിക്ചർ ക്വാളിറ്റിയിലാണ് നിങ്ങളുടെ മൊബൈലിൽ കിടക്കുന്നതെങ്കിൽ ഡാറ്റ സേവറിലേക്ക് മാറ്റി കൊടുക്കുക. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. നെറ്റ് ലാഭിക്കാനും അതുപോലെ തന്നെ ബാറ്ററിയൊക്കെ ലാഭിക്കാനും ഓപ്ഷനാണ്. അപ്പോൾ ഈ 3 ഓപ്ഷൻസും അറിയാത്ത ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഫോണിലൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക. ഇനി അറിയുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഈ 3 ഓപ്ഷൻസും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നിങ്ങളൊന്ന് നിങ്ങളുടെ ഫോണിൽ യൂട്യൂബ് കാണുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കുക. ഇതിൽ നിങ്ങൾക്ക് ഏതെല്ലാം ഓപ്ഷൻസ് ആണ് അറിയാതിരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ അറിഞ്ഞിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റിലൊന്ന് അറിയിക്കുക. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് എല്ലാ ദിവസവും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ട് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.